ഹലോ, എന്ത് പറയണ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. കുറച്ച് നാളായിട്ടുണ്ടല്ലോ എന്റെ കഴുത്തില് വേറൊന്നല്ലാട്ടാ, ചൂടായ കാര്യം കഴുത്തിലും മേത്ത് ഇങ്ങനെ ചൂടുകുരു വന്നു തുടങ്ങി, തിരിച്ച് കുഞ്ഞു കുഞ്ഞിയെ കുരുക്കൾ വന്നു തുടങ്ങി. അപ്പൊ അത് കാരണം മാല ഊരി വെച്ചു. പിന്നെ കമ്മല് പൊതുവെ ഇടാൻ താല്പര്യമില്ലാത്ത ആളാണ്, അപ്പൊ പിന്നെ കമ്മലും ഊരി വെച്ചു. എന്തൊരു ചൂടാ പൊന്നേ, ചൂടെന്ന് പറഞ്ഞാ പോരാ, ഭയങ്കര ചൂടാ. നിങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെയുണ്ട് ചൂട്? ഇവിടെ 40 ഡിഗ്രി കഴിഞ്ഞു തോന്നുന്നുണ്ട്. ഇപ്പൊ എത്രയാണാവോ, നല്ല ചൂടാണ്, പറയാൻ പറ്റില്ല, അത്രയും ചൂട്. അതെ, കാറ്റത് ജനലടഞ്ഞു. ഇതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു നേരിയ മഴക്കാര് കാണുന്നുണ്ട്. അപ്പൊ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ പെയ്യും, മഴക്കാരുണ്ട്, ഒരു ചെറിയ കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പൊ പെയ്താ ഭാഗ്യം. പെയ്ത് കഴിഞ്ഞാൽ നല്ല പെയ്യാണെങ്കിൽ ചെറുതായിട്ടൊന്നും പെയ്തിട്ട് കാര്യമില്ല കേട്ടോ, കാരണം ചൂട് കൂടണം. നല്ല ശക്തിയിൽ നല്ല അത്യാവശ്യം നല്ല പൊരിപ്പ മഴയാണെങ്കിൽ ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ ഗോവിന്ദ ചൂട്. 2 ഫാൻ ഇട്ടിട്ട് പോലും ഒരു രക്ഷയില്ല. ഭംഗിയാ കണ്ടു ഭംഗിയായിട്ടാ. എന്താ ചെയ്യണ കുഞ്ഞാ? കുപ്പിയൊക്കെ കഴുകി വെടുപ്പാക്കി വെള്ളം നിറച്ച് ഫ്രിഡ്ജിലേക്ക് അല്ലേ. കഴുകിട്ടാ, കഴുക്. ചൂലും കൊണ്ട് പോണ്ട് അടിച്ചു വാര. നല്ല കുട്ടിയാട്ടാ. അവനാ നശിപ്പിച്ചിടുന്ന സ്ഥലം അവനാൻ തന്നെ അടിച്ചു വാരിട്ടോ. ഞാൻ ഇവിടെ അടിച്ചു വാരി വെടുപ്പാക്കിയിട്ടതാടാ. ഇവിടെയൊക്കെ ഞാൻ അടിച്ചു വാരി വെടുപ്പാക്കിയിട്ടതാണ്. 1 വട്ടം 2 വട്ടം 3 വട്ടം ഒക്കെ അടിച്ചു വാരി വെടുപ്പാക്കിയിട്ടു. എന്നിട്ട് പിന്നെ അവര് വലിച്ചു വാരിയിട്ടു. ഇത് വെക്കേഷൻ ആയ കാരണം കുറേ പലഹാരങ്ങൾ പപ്പ വാങ്ങിച്ചോളൂ. ഇതൊരു നിറച്ച് റസ്കാട്ടാ. ഇത് കൊള്ളി വറുത്തത്. ഇതെന്താ സാധനം? ഇത് ഇങ്ങനത്തെ ഒരു റൗണ്ട് പലഹാരം. പിന്നെ കൊക്കുവട, അത് ഞാൻ രാവിലെ പൊടിച്ചിട്ടു, നല്ല രസമുണ്ട് കൊക്കുവട. പിന്നെ കപ്പലണ്ടി ഉണ്ടായിരുന്നു, അതും ഞാൻ പൊട്ടിച്ചു. പിന്നെ മുറുക്ക്, പിന്നെ മിച്ചർ. ഇതിൽ ഉണ്ട് കേട്ടാ. ഇത്രയും സാധനങ്ങൾ വെക്കേഷൻ ആയ കാരണം പപ്പ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വേണമെങ്കിൽ കഴിച്ചോട്ടെ വെച്ചിട്ട്. പിന്നെ അപ്പാപ്പൻ്റെ വക ഇന്നും ഫ്രൂട്ട്സുകളുണ്ട്. മാങ്ങ, കുറേ മാങ്ങ കൊണ്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി ഈ കാണുന്ന ഓറഞ്ച് മാത്രമേ ഉള്ളൂ. വെക്കേഷനല്ലേ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഒരു ചെപ്പിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. ഇത് മേശപ്പുറത്ത് വെക്കുന്നത് വേറെ ഒന്നല്ല കേട്ടാ, നമ്മുടെ കലാമി ലോഷൻ. ചൂട് കുരു എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങളുടെ മേത്ത് മുഴുവൻ ചൂട് കുരുവാ. ഫ്രിഡ്ജിലേക്ക് സ്ഥലമില്ലേ? വെള്ളം കുപ്പി തായ. അതെ, വെള്ളം കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ട് ഇവർ ഇരുന്ന് ഫുൾ കുടിച്ചിട്ടേ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വെള്ളം കഴിഞ്ഞു. പിന്നെ ഫ്രിഡ്ജിൽ വെള്ളം കഴിഞ്ഞപ്പോൾ അവർ തന്നെ നിറച്ച് വെക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യട്ടെ. നമ്മളിങ്ങനെ വെറുതെ വെച്ചിരുന്ന കാര്യം. ഇതൊന്നും മേശപ്പുറന്ന് വെടുപ്പാക്കണം. ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി വയ്ക്കുകയാണ് ഞാൻ. അല്ല, നല്ല അടിപൊളി ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു പണി ചെയ്യ്, ഞാൻ ഒരു പണി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചിക്കൻ കറി അവിടെ റെഡി ആവട്ടെ. ഇതിന് മൂടി തൊപ്പിയിട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ദോശ തവ വലുത് മൂടി എങ്ങനെയുണ്ട്? പിന്നെ ഞാനിവിടെ ഇവർക്ക് എന്തിട്ടാ നൂൽപുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ നൂൽപുട്ടിന് കുഴയ്ക്കാൻ പൊടിയൊക്കെ എടുത്ത് വെച്ചതാണ്. ഇത് ചൂടുവെള്ളം കേട്ടോ, ചൂടുവെള്ളമാണ്, ഉപ്പിട്ട ചൂടുവെള്ളം. കുഴയ്ക്കണം. ചൂടായ കാരണമാണ് ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് കുഴയ്ക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങട്ടെ. ഒരിക്കൽ കൂടി നമ്മുടെ ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ചെയ്യണേ? ടി വി ഒക്കെയാണ് മമ്മി വെച്ചേരാ. മാറ്. എന്തിട്ടാ കാണണ്ടേ? ഏതാ വെക്കേണ്ടത്? പുലിമുരുകനാ? എൻ്റെ അമ്മേ, ഒരു ദിവസം പുലിമുരുകൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ആ പുലിമുരുകൻ്റെ ഭ്രാന്ത് കയറിയേക്കാണ് കൊൽസൂര്. അല്ലേ കൊൽസമ്മ? നോക്കിയേ, മാഷാ ദബർ വെക്കണ, അതാണ് ഇഷ്ടം. അതെ നല്ല സിനിമ. പുലിമുരുകൻ വെച്ചോടക്കാടാ.
അപ്പം ഞാൻ ടി വി വെച്ച് കൊടുത്ത് അടുക്കളയ്ക്ക് വന്ന് എൻ്റെ പണികൾ തുടങ്ങാന്ന് വെച്ചപ്പോൾ 3 ആളും വീണ്ടും എൻ്റെ പിന്നാലേക്ക് വന്നിട്ടുണ്ട് അടുക്കളയിലേക്ക്. അവർക്കാണെങ്കിൽ ഏതോ ഒരു ദിവസം പുലിമുരുകൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്നും പുലിമുരുകൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമാണ്. അതെന്ന് ഏത് സമയത്താണ് കണ്ടേ, ആ സമയമായി അപ്പോൾ ഇനി ടി വിയിൽ ഉണ്ടാവില്ലേ, ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇപ്പോഴൊന്നും ഉണ്ടാവില്ലേ, ഒരു ദിവസം ഉണ്ടായത് എന്നും ഉണ്ടാവണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞ് അടുക്കളയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കി നൂലപ്പം ഉണ്ടാക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് കൂടി പോയി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടിയും അരിപ്പൊടി എടുത്ത് കൊണ്ട് വന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യട്ടെ കേട്ടോ. പലഹാരങ്ങൾ ഉണ്ടാക്കലൊക്കെ വളരെ വളരെ കുറവാണ്, ഉണ്ടാക്കലില്ല. വല്ല കാലത്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ചായക്ക് അവർക്ക് നൂൽപുട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കിണ്ണടത്തിലെടുത്തു. ആദ്യം ശരിക്കും പറഞ്ഞാൽ മടിയായിട്ടാണ്, എന്നിട്ട് അത് കാരണമാണ് കിണ്ണത്തിലേക്ക് ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ ആക്കാറുള്ളൂ. അപ്പോൾ ഒരു കിണ്ണത്തിൽ ആദ്യം ആക്കിയിട്ടുണ്ട്. പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൊട്ട് പരത്തിയിട്ടാട്ടാ ഞാൻ അതിലേക്ക് മാവ് ഒഴിച്ചത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ട് കിട്ടില്ല. ഇതാകുമ്പോൾ പിന്നെ ആ പാത്രത്തിൽ തന്നെയായിരിക്കും ഞാൻ എന്തായാലും കഴിക്കാൻ കൊടുക്കാറ്. അപ്പം അങ്ങനെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അത് ചെയ്തു, വേഗം പോയിട്ട് ഇഡ്ഡലി തട്ട് ഒന്ന് തപ്പി പിടിച്ച് അത് കഴുകി വെടുപ്പാക്കി എടുത്ത് കൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ അതിൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അതിലും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിതിൽ ആമിക്ക് കൊടുത്താൽ മതി. ആമിക്ക് ഇത്തിരി ഭംഗിയിലും കാര്യത്തിലൊക്കെ വേണം. ചെക്കന്മാരെ പറ്റിക്കുന്ന പോലെ ആമിക്കുട്ടീനെ പറ്റിക്കാനായിട്ട് പറ്റില്ല, അവൾ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് ഇത്തിരി ഭംഗിയും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും വെളിച്ചെണ്ണയൊക്കെ പരറ്റി ഇനി അതിലേക്ക് നൂൽപുട്ടിനുള്ള സംഭവങ്ങൾ റെഡിയാക്കട്ടെ. നല്ലോണം പുക വന്നു തുടങ്ങിയിട്ടുണ്ടേ. ഒന്ന് നോക്കിയതാ, ഏകദേശം കായ് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഇവിടെ കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെച്ചു. ഇനി അത് നമുക്ക് ആവി കയറ്റി വേവിച്ചാൽ മതി. ഇങ്ങനെ റെഡി ആയിട്ട് ഇരിക്കട്ടെ. നല്ല ചൂടുണ്ട്. എന്തായാലും അവിടെ പോയി കുറച്ചു നേരം ഫാനിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് വരാം, ഭയങ്കര ചൂട്. അപ്പൂസേ, എത്ര മാലിട്ടിട്ടുണ്ട് കൊന്ത? ശബരിമലയ്ക്ക് പോണ്ട? അപ്പോൾ അതേ നമ്മുടെ നൂലപ്പം റെഡിയാണ്. നമ്മളിതിൽ വെളിച്ചെണ്ണ പറ്റിയ കാരണം ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ പോരും. പക്ഷേ നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് വേറെ പാത്രത്തേക്ക് ഞാൻ വെക്കണില്ല. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട്, പഞ്ചസാര ഇട്ട പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കൊടുക്കാം പിള്ളേർക്ക്. അപ്പോൾ ഒരാൾക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്ക് അവർക്ക് ഓരോ കുറുമ്പൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ അതേ പഞ്ചസാരയൊക്കെ ഇട്ട് തിളപ്പിച്ചു ഉണ്ട് നമ്മുടെ പാല് നൂലപ്പത്തിനൊപ്പം കഴിക്കാനായിട്ട്. ഇതിലും ഏറ്റവും നല്ലത് നാളികേര പാലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ നാളികേരം മാറ്റി വെച്ചേക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ പശുവും പാല് മാത്രമാണ് ഉപയോഗിക്കുന്നത് കഴിക്കാനായിട്ട്. ഈ നാളികേരപ്പാല് ഞാൻ അതിൻ്റെ ആവശ്യം ഞാൻ പിന്നെ പറയാം കേട്ടോ, കാണിച്ചു തരാം. വീഡിയോയിൽ തന്നെ ഉണ്ട്, വെയിറ്റ് ചെയ്യും. ചൂടുണ്ട്. ചൂടാറട്ടല്ല, ഒരെണ്ണടുത്തിട്ടു വലിയ കാര്യത്തിൽ, പിന്നെ ഇറക്കിയുള്ളൂ. വെളിച്ചെണ്ണ പറ്റിയ കാരണം അതായത് ഇങ്ങനെ വേഗം എടുക്കാൻ പറ്റും. അയ്യോ ചൂടായി ഇങ്ങനെ പൊട്ടുന്നുണ്ട്, റിസ്ക് എടുക്കണില്ല, കയ്യൊക്കെ പൊള്ളി.
അപ്പം ഞാൻ ദേ 3 ആൾക്കും നൂൽപുട്ട് പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവരുടെ ടി വിയിലാണ് അവരുടെ കണ്ണ് മുഴുവൻ. എന്തായാലും അവർ കഴിക്കട്ടെ, വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ അവർ കഴിച്ച് നല്ല ഉണ്ടപ്പന്മാരാവട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഉണ്ടപ്പന്മാരായിട്ട് അവരിങ്ങനെ നടക്കണത് കാണാനൊക്കെ ആയിട്ട്. പക്ഷെ ആമ എന്തായാലും ആവില്ല നല്ല ഉറപ്പാണ്. കാരണം ഒരു ഭാഗം കഴിക്കില്ലേ, കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. അല്ലടി പാപ്പം കഴിക്കുമോ? വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആമേൻ്റെ അടുത്ത് ഉണ്ടേ. അപ്പോൾ അവളോടൊന്ന് ചോദിച്ചതാണ്, അവളൊന്ന് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കഴിക്കട്ടെ കേട്ടാ. ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണരുത് എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും അവർ ടി വിയും കാണും, പിന്നെ അത്യാവശ്യം വർത്താനമൊക്കെ പറയും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കലൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ വെള്ളയപ്പം എന്നാണല്ലോ പറയാൻ വരുന്നത്. എന്താണത്? നൂലപ്പവും ചിക്കൻ കറിയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് വല്ലാത്ത കൊലച്ചതിയായി പിള്ളേർക്ക് പാല് കൊടുത്തിട്ട് ചിക്കൻ കറി കൊടുക്കാണ്ട് ചിക്കൻ കറി ഞാൻ മാത്രം കഴിക്കണമെന്ന് എനിക്ക് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ വേറൊന്നല്ല, ചിക്കൻ കറി അവർ വൈകുന്നേരം കഴിക്കും ചോറുണ്ണുമ്പോൾ. അതിപ്പോൾ വിഷയമല്ല, പാലില്ലാത്തതാണ് വിഷയം. കാരണം അവർ പാല് മുഴുവൻ അവർ കുടിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പാല്, വെള്ളയപ്പം, അതുപോലെ പാലും നൂലപ്പം ഒക്കെ കഴിക്കാനായിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരത് കാരണം അങ്ങനെ കഴിച്ചു. അപ്പോൾ ഞാൻ ആ നാളികേരം മാറ്റി വെച്ച ഒന്നിനല്ല, പിള്ളേരെ മേത്തൊക്കെ ചൂടുകൂരി ആയ കാരണം നാളികേര പാല് പിഴിഞ്ഞിട്ട് മേത്ത് ചൂടുകൂരിന് വേണ്ടി പരട്ടി കൊടുത്തു കേട്ടോ. അത് അവർക്ക് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമായില്ല. അപ്പോൾ അത് ഞാൻ വേഗം കട്ട് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്തു. വേറെ ഒന്നല്ലടാ, നമ്മൾ നൂൽപുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അരിപ്പൊടി ബാക്കി ഉണ്ടായിരുന്നു കലക്കിയത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നാളികേര പാലും കൂടി ഒഴിച്ചിട്ട് മുഖത്തേക്ക് ഇങ്ങനെ പരട്ടി കൊടുക്കുന്നുണ്ട്. മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കറുത്ത കുത്തുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമുക്ക് സഹായിക്കും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനത് നല്ലോണം ഒന്ന് പരട്ടട്ടെ കേട്ടാ. ഒന്ന് സുന്ദരിയാവട്ടെ, ഒന്ന് ഐശ്വര്യറായി ആയാലോ. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്തു കിട്ടും. കിട്ടുന്ന കാശിന് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ചു കൂട്ടാൻ നിനക്കെന്താ വല്ല കിർക്കുണ്ടോ? അവനവന്റെ സൗന്ദര്യം അവനവൻ തന്നെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഒരു 40 വയസ്സ് ആവുമ്പോഴുണ്ടല്ലോ ഇതുപോലെ കളവന്മാരെ പോലെ ആവും. ഇപ്പൊ സുന്ദരിയായ അപ്പോൾ മുഖത്തിട്ടായിരുന്ന നമ്മുടെ മാവും അല്ലാതും തുടച്ച് മാറ്റി കളഞ്ഞ് ഞാൻ വീണ്ടും എൻ്റെ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് മക്കളെ, കടന്നിരിക്കുകയാണ്. എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കള വൃത്തിയിൽ വെടുപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നത്തെ വട്ടം അടുക്കളയ്ക്ക് കയറുമ്പോൾ നമുക്കൊരു മനസ്സിന് സന്തോഷം സമാധാനത്തോടു കൂടി നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാമല്ലോ. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയിലത്തെ വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീനാക്കൽ പതിവാണ്. സ്റ്റവൊക്കെ വെടുപ്പാക്കും. അപ്പോൾ അടുക്കള പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികൾ ഇടാൻ വേണ്ടി വന്നതാട്ടാ. എനിക്ക് രാവിലെ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടണം. പിന്നെ കുറേ തുണികൾ ഇന്നലത്തെ ഉണ്ട്. ഞാൻ എല്ലാവരും കയറി വന്നു വിടും. അപ്പോൾ
ഈ തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് ഇന്നലെ അലക്കിയ തുണികളൊക്കെ മടക്കി വയ്ക്കണം. അപ്പം ഇനി അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് പിള്ളേരടുത്ത് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു വന്ന സമയം കണ്ട 7 മണി കഴിഞ്ഞു, ഇരുട്ടായി. അപ്പം ഇനി വേണം ഡ്രസ്സുകൾ വിരിച്ചിടാനായിട്ട്. അപ്പം ഡ്രസ്സുകളൊക്കെ വിരിച്ചിടട്ടെ കേട്ടാ. അപ്പോൾ ഒന്നേന്ന് തുടങ്ങട്ടെ. 2000 നമ്മുടെ കർത്താവായ യേശുമിശിഹാ പീലാത്തോസിനാൽ മരിച്ചു ചവിട്ടിക്കൊണ്ട് അടിക്കപ്പെട്ടു നമുക്ക് ധ്യാനിക്കാം. മാതാവേ, സദാചാര വസ്ത്രധാരണവും നിർമ്മലമല്ലാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു പറ്റാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഞങ്ങൾ ഇതേ കൊന്തെത്തിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.